ശരവർഷേർമഹാഭീമൈർഭീമാക്ഷിം താം മഹാസുരാം ഛാദായാമാസ ചക്രൈശ്ചാം മുണ്ഡക്ഷിപ്തൈ സഹസ്രശാം. ശരവർഷേർ മഹാഭീമൈർ ഭീമാക്ഷിം താം മഹാസുരാം ഛാദായാമാസ ചക്രൈശ്ചാം മുണ്ഡക്ഷിപ്തേ സഹസ്രശ. മഹാസുരനായ ചണ്ഡൻ മഹാഭീമേ അതിഭീമമായ ശരവർഷേ ശരവർഷങ്ങളാൽ താം ഭീമാക്ഷിം ഭയങ്കരമായ കണ്ണുകളുള്ള കാളീദേവിയെ ഛാദയാമാസ മൂടി മുണ്ഡാസുരൻ സഹസ്രശ ആയിരക്കണക്കായി ക്ഷിപ്തെ ക്ഷേപിക്കപ്പെട്ട ചക്രേച്ച ചക്രങ്ങളാലും ദേവിയെ മൂടി. ഭയങ്കരമായ കണ്ണുകളുള്ള ആ കാളീദേവിയെ മഹാസുരനായ ചണ്ഡൻ അതിഭീമമായ ശരവർഷങ്ങളാൽ ഛാദനം ചെയ്തു അല്ലെങ്കിൽ മൂടി. മുണ്ഡാസുരൻ ആയിരക്കണക്കായി ക്ഷേപിക്കപ്പെട്ട ചക്രങ്ങൾ കൊണ്ടും ദേവിയെ മൂടി. അപ്പൊ ചണ്ഡൻ ദേവിയുടെ നേർക്ക് പാഞ്ഞു ചെന്നു എന്നാണ് മുൻ ശ്ലോകത്തിൽ പറഞ്ഞത്. ചണ്ഡനോടൊപ്പം മുണ്ഡനും പാഞ്ഞു ചെന്നു എന്ന് വ്യക്തമാണ്. ആയുധങ്ങളെ ക്ഷേപണായുധങ്ങളെന്നും പ്രകരണായുധങ്ങളെന്നും രണ്ടായിട്ട് വകതിരിച്ച് പറയാറുണ്ട്. യോദ്ധാക്കൾ അകലെ നിന്നുകൊണ്ട് പ്രയോഗിക്കുന്ന അമ്പ്, ചക്രം, ചാട്ടുളി, കുന്തം തുടങ്ങിയവയാണ് ക്ഷേപണങ്ങൾ. അടുത്തു നിന്ന് പൊരുതാൻ ഉപയോഗിക്കുന്ന വാൾ, ഗദ തുടങ്ങിയവയാണ് പ്രഹരണങ്ങൾ. പ്രകൃതത്തിൽ ക്ഷേപണായുധങ്ങളാണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. താനി ചക്രാണനേകാനി വിഷമാനാനി തന്മുഖം ബഭൂരഥാർക്കബിംബാനി സുബഹൂനി ഖനോദരം. താനി ചക്രാണി അനേകാനി വിഷമാനാനി തന്മുഖം ബഭൂരഥാർക്കബിംബാനി സുബഹൂനി ഖനോദരം. തദ്മുഖം ആ മുഖത്തെ അല്ലെങ്കിൽ ദേവിയുടെ മുഖത്തെ വിഷമാനാനി പ്രവേശിച്ചവയായ താനി അനേകാനി ചക്രാണി അനേകങ്ങളായ ആ ചക്രങ്ങൾ ഖനോദരം കാർമേഘത്തിൻ്റെ ഉദരത്തെ പ്രവേശിച്ച സുബഹൂനി അർക്കബിംബാനി അസംഖ്യങ്ങളായ അർക്കബിംബങ്ങൾ എന്ന പോലെ ബഭൂ ശോഭിച്ചു. ദേവിയുടെ മുഖത്ത് പ്രവേശിച്ച അനേകം ചക്രങ്ങൾ കാർമേഘത്തിനുള്ളിൽ കടന്ന അനേകം അർക്കബിംബങ്ങളെന്ന പോലെ പ്രകാശിച്ചു എന്നാണ്. ദേവിയുടെ നിറം കറുപ്പാണ്. ചക്രങ്ങൾ നല്ല വെട്ടിത്തിളങ്ങുന്നവയാണ്. അപ്പോൾ വെട്ടിത്തിളങ്ങുന്ന ആയിരക്കണക്കിന് ചക്രങ്ങൾ കൃഷ്ണവർണ്ണയായ ദേവിയുടെ മുഖത്ത് കടന്ന് അപ്രത്യക്ഷമാകുന്നതിനെയാണ് ഇങ്ങനെ ഉപമിച്ചിരിക്കുന്നത്. തദോ ജഹാസാദിരുഷാം ഭീമം ഭൈരവനാദിനി കാളി കരാളവക്ത്രാന്താം ദുർദർശദശനോജ്വലാം. തദോ ജഹാസാദിരുഷാം ഭീമം ഭൈരവനാദിനി കാളി കരാളവക്ത്രാന്ത ദുർദർശ ദശനോജ്വല. തത് അപ്പോൾ ഭൈരവനാദിനി ഭയങ്കരമാവണ്ണം ശബ്ദിക്കുന്നവളും കരാളവക്ത്രാന്ത ദുർദർശ ദശനോജ്വല കരാള എന്ന ഭയങ്കരമായ വക്ത്രാന്തം വായ്ക്കുള്ളിലുള്ള ദുർദർശ കാഴ്ചയ്ക്ക് ഭയങ്കരങ്ങളായ ദശനോജ്വല ദശനങ്ങളാൽ അല്ലെങ്കിൽ പല്ലുകളാൽ ജ്വലിക്കുന്നവൾ. അപ്പോൾ ഭയങ്കരമായ വായ്ക്കുള്ളിലുള്ളതും കാഴ്ചയ്ക്ക് ഭയങ്കരങ്ങളുമായ ദംഷ്ടകളുടെ പ്രകാശത്താൽ ജ്വലിക്കുന്നവളുമായ കാളീദേവി അതിരൂഷ അതിയായ കോപത്തോടെ ഭീമം ജഹാസ ഭയങ്കരമാവണ്ണം ചിരിച്ചു. അപ്പോൾ ഭയങ്കരമായി അട്ടഹസിക്കുന്നവളും അതിഭയങ്കരമായ വായ്ക്കുള്ളിൽ കാണികളെ ഭയപ്പെടുത്തുമാറ് കാണപ്പെടുന്ന ദംഷ്ടകളുടെ പ്രകാശത്താൽ ജ്വലിക്കുന്നവളുമായ കാളീദേവി ഭീഷണമാവണ്ണം ചിരിച്ചു. ഉത്ഥായച്ച മഹാസിംഹം ദേവീ ചണ്ഡമധാവതാം ഗൃഹീത്വാ ചാസ്യ കേശേഷു ശിരസ്തേനാസിനാചിനത്. ഉത്ഥായച്ച മഹാസിംഹം ദേവീ ചണ്ഡമധാവതാം ഗൃഹീത്വാ ചാസ്യ കേശേഷു ശിരസ്തേനാസിനാചിനത്. ദേവി കാളിദേവി മഹാസിം അസി എന്ന് പറഞ്ഞ വാള് മഹാസി മഹത്തായ വാളിനെ അല്ലെങ്കിൽ വലിയ വാളിനെ ഉത്ഥായ ഉയർത്തിക്കൊണ്ട് ഹം എന്ന ശബ്ദത്തോടെ ചണ്ഡം അഥാവതാച്ച ചണ്ഡൻ്റെ നേർക്ക് ഓടിയടിക്കുകയും അസ്യ അവൻ്റെ കേശേഷു ഗൃഹീത്വ കേശങ്ങളിൽ പിടിച്ചുകൊണ്ട് തേന അസിന ആ വാളിനാൽ ശിരാ അച്ചിനത് ശിരസിനെ ഛേദിക്കുകയും ചെയ്തു. അപ്പോൾ കാളീദേവി വലിയ വാൾ ഉയർത്തി ഹം എന്ന് കോപത്തോടെ ശബ്ദിച്ചുകൊണ്ട് ചണ്ഡൻ്റെ നേരെ പാഞ്ഞു ചെന്ന് അവൻ്റെ തലമുടി ചുറ്റിപ്പിടിച്ചുകൊണ്ട് ആ വാളിനാൽ അവൻ്റെ തല അറുത്തു.